ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് കോവയ്ക്കയും ഒരു തക്കാളിയും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന പൊള്ളി ഒരു ഐറ്റമാണ് കേട്ടോ കാണിക്കുന്നത്. ഈ കോവയ്ക്കയൊക്കെ മാറ്റി വെക്കുന്നവർക്ക് വരെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ദാണ്ട കണ്ടോ, കോവയ്ക്ക ഞാൻ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ തോരനൊക്കെ വെക്കൂലേ, അതേപോലെയാണ് ഒന്ന് അരിഞ്ഞെടുത്തേക്കുന്നത്. ചെറുതായിട്ടാണ് ഒന്ന് അരിഞ്ഞെടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടേ അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കുവേ ഇനി നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന കോവയ്ക്കൊക്കെ ഉണ്ടല്ലോ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ കോവയ്ക്കയിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടെ ഒന്നങ്ങ് വഴറ്റിയെടുക്കണേ. ഇത് നല്ലപോലെ ഒന്നങ്ങ് വഴറ്റി ഈ കോവയ്ക്കൊക്കെ നല്ലപോലെ ഒന്നങ്ങ് വെന്ത് ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. അതുവരെയും ഒന്ന് വഴറ്റിയെടുത്ത് ഒന്ന് അടച്ചു വെച്ചിട്ടൊക്കെ നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നല്ലപോലെ ഒന്നങ്ങ് വഴറ്റി എടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഈ കോവയ്ക്കൊക്കെ അത്യാവശ്യം കുറച്ച് വേവുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാനൊന്നും അല്ല എടുക്കുന്നെങ്കിൽ ഒരല്പം വെള്ളം കൂടെ ചേർത്തോളൂ കേട്ടോ. ചിലപ്പോൾ അടിക്ക് പിടിക്കും. ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടിക്ക് പിടിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ടൊക്കെ കൊടുക്കണം കേട്ടോ, എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരാനായിട്ട്. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെക്കുകയാണേ. അവിടെ നിന്ന് വേവട്ടെ. ഇപ്പോൾ ദാണ്ടെ നമ്മുടെ കോവയ്ക്കൊക്കെ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. എങ്കിലും കുറച്ചും കൂടെ ഒന്ന് ഫ്രൈ ആയിട്ട് വരാനുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. കുറച്ചൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും ചിലതൊക്കെ ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ആയിട്ട് വരാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ ഒന്ന് അടച്ച് വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ 2-3 വട്ടം ഒന്ന് മൂടി തുറന്നൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ, അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്കൊക്കെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല, അടച്ച് വെക്കുന്നുണ്ടേ. ഇപ്പോൾ ദാണ്ടെ നമ്മുടെ കോവയ്ക്കൊക്കെ നല്ലപോലെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, എല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഒന്ന് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2-3 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് വറ്റൽമുളകൊക്കെ ചേർത്തോളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു 3 ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി അല്ലി ഉണ്ടല്ലോ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 5-6 ചേർത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഒന്ന് നല്ലപോലെ ഒന്നങ്ങ് മിക്സാക്കി, ഈ തക്കാളിക്ക് അത്യാവശ്യം ഒന്ന് വെന്ത് വരണം, അതുവരെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. തക്കാളിയൊക്കെ ജസ്റ്റ് ഒന്നങ്ങ് വാടി വരുമ്പോഴേക്കുവേ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള ഒന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പം സവാള ഞാനൊന്ന് നീളത്തിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ഒരു ചെറിയ സവാളയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പം അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. സവാളയൊന്നും ഒരുപാടങ്ങ് കനം കുറച്ച് അരിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഉണ്ടാവും. അതുപോലെ ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാവേ. വീണ്ടും എല്ലാം കൂടെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. നല്ലപോലെ ഈ ഉഴുന്നും സവാളയും എല്ലാം ഒന്ന് വെന്ത് വരണം. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ കോവയ്ക്കകത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് നോക്കിയിട്ടൊക്കെ ഉപ്പ് ചേർത്താൽ മതിയേ. അപ്പോൾ അതാണ്ട് നല്ലപോലെ ഒന്നങ്ങ് മിക്സാക്കി ഈ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടണം. അതുപോലെ ഉഴുന്നൊക്കെ ഒന്ന് വെന്ത് കിട്ടണേ. അപ്പം നല്ലപോലെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ കോവയ്ക്കൊക്കെ കഴിക്കാത്തവർക്കും കൊടുക്കാൻ പറ്റിയ ഐറ്റമാണ്. കാര്യം ഇതിൻ്റെ കോവയ്ക്കയുടെ ആ ഒരു ടേസ്റ്റ് എടുത്തറിയുന്നൊരു സംഭവമല്ല കേട്ടോ ഇത്. നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല ഇത് കോവയ്ക്ക വെച്ചാണ് ഉണ്ടാക്കുന്നതെന്ന്. അതുകൊണ്ട് ധൈര്യമായിട്ട് കൊടുക്കാം കേട്ടോ. ആണ്ടേ ഇതുവരെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി എടുക്കാം. ഓഫാക്കാം. ഇനി അതൊന്ന് തണുത്ത് വരുമ്പോഴേക്കും ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഒന്ന് തണുത്ത് വന്നതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതിയാവേ. ഇപ്പോൾ ദാണ്ടെ ഞാൻ എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒന്നും ചേർക്കരുത്. ഇങ്ങനെ തന്നെ പൾസ് മോഡിൽ ഒരു 2-3 വട്ടം ഒന്ന് കറക്കി എടുത്ത് കൊണ്ടുവരാം. നമ്മൾ ചമ്മന്തിയൊക്കെ അരയ്ക്കൂലേ അതുപോലെയാണ് കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ഒരു കോവയ്ക്ക ചട്നിയാണ് കേട്ടോ. കണ്ടോ, നല്ല പൊള്ളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ദോശയുടെ കൂടെയോ ഒക്കെ കഴിക്കണമെങ്കിൽ ബെസ്റ്റ് ഐറ്റമാണ് കേട്ടോ. കണ്ടോ, നല്ല ടേസ്റ്റിയാണ്.
ഇത് കണ്ടു കഴിഞ്ഞാൽ കോവയ്ക്കാന്ന് ആരെങ്കിലും പറയുമോ? ടേസ്റ്റ് ചെയ്താലും നമുക്ക് ആ കോവയ്ക്കയുടെ ടേസ്റ്റ് അങ്ങനെ എടുത്തറിയൊന്നുമില്ല. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കണേ നിങ്ങൾ. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഈ കോവയ്ക്കൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തോളൂ. അവരൊക്കെ കഴിക്കും കേട്ടോ. അപ്പം ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.